morning. Good morning, ma'am. Okay, good morning, Needu. Needu, Rohini, എല്ലാവർക്കും good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു നീതു. എന്ത് പറയുന്നു ഷിജു? അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? ആണോ? മഴയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടല്ലോ. ഇവിടെ വൈകുന്നേരം ആകുമ്പോ വേനൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട്. സത്യം പറഞ്ഞ മഴ പെയ്യട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ, ചൂട് കുറവുണ്ട്. പകൽ സമയത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ടേ വൈകുന്നേരം എന്താ പറയാ, ഒരു വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? അല്ലേ? ഓക്കെ. ഇതാണ് ആർക്കൊരു ഉഷാറില്ലാത്ത. മൺഡേ ആവുമ്പോ എല്ലാവരും നല്ല എന്താണ് എനർജറ്റിക് ആയിട്ടല്ലേ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. പിന്നെന്താ? പ്രോബ്ലം ഇല്ല. ഓക്കെ. ഞാൻ ഷിജി 2 days ഓഫ് കഴിഞ്ഞിട്ട് വന്നതില്ലേ? ഓക്കെ ഓക്കെ, അതാണോ? ശരി. പൊതുവെ ക്ലാസ്സിൽ അങ്ങനെ ആരും ഒന്നും പറയാറില്ല. കുറച്ച് ലീവ് ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് ലീവ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഡിസ്പ്ലേ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും. ബാക്കി എല്ലാവരും സൈലന്റ് ആണ്. കേട്ടോ. പിന്നെ എന്തല്ലേ നമ്മുടെ ഓൺലൈൻ ആകുമ്പോ പിന്നെ എന്ത് കമ്മിറ്റ്മെന്റ്സ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഈ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും പറയണോ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഭയങ്കര ബോറായി പോകും. പ്രത്യേകിച്ച് നമ്മൾ ആരും കാണുന്നില്ലല്ലോ. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കാണാത്ത കാരണം കൊണ്ട് നമുക്ക് അധികം ഒരു എന്താ പറയാ രസം ഉണ്ടാവില്ല. ക്ലാസ് ഫുൾ ടൈം തിയറി മാത്രം കേൾക്കുമ്പോൾ ഒരു ബോറിംഗ് ആയിരിക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണോ? ഓക്കെ അല്ലേ? തുടങ്ങട്ടെ? ഓക്കെ, ശരി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക് കൺട്രോളിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചത് ഹൗ ഡസ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക് അല്ലെ, ഹോസ്പിറ്റൽ എങ്ങനെയാണ് അവരുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ജസ്റ്റ് പറഞ്ഞിരുന്നു. കാര്യം ഒരു ഹോസ്പിറ്റലില് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്, ഒരു ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിനും നഴ്സസിനും അവർക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം.
ഒന്നാമത്തെ കാര്യം അതാണ്, ഒരിക്കലും സാധനങ്ങൾക്ക് എന്ത് വരാൻ പാടില്ല, ഷോർട്ടേജ് വരാനായിട്ട് പാടുള്ളത്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് അതെന്ത് സംഭവിക്കും, സാധനങ്ങൾ ഓവറായിട്ട് ആവശ്യമില്ലാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞ് നമുക്ക് പണം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് അല്ലെ. ആവശ്യമില്ലാതെ ഓവർ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. ഇനി നമ്മൾ ഇനി ആവശ്യത്തിന് സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോഴും അപ്പൊ നമുക്ക് ഷോർട്ടേജ് അനുഭവപ്പെടും അല്ലെ. അപ്പോ രണ്ടും എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അതുപോലെ അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. അതേ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സിനും നഴ്സസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്, എളുപ്പമുള്ളതല്ല. പറയുന്ന പോലെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ നമ്മള് പറഞ്ഞല്ലോ, ഇപ്പൊ ആവശ്യമില്ലാതെ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ സാധനങ്ങൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒത്തിരി നഷ്ടം വരും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചാൽ അത്രയും നമുക്ക് ഉപയോഗം വരുന്നുണ്ടാവില്ല, അപ്പൊ ബാക്കി വേസ്റ്റ് ആയിപ്പോകും. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ചു വെക്കുമ്പോ അത് വേസ്റ്റ് ആവാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ അവിടെ ഉണ്ടായിരിക്കും. അത് സുരക്ഷിതമായിട്ട് എന്ത് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അതിനുള്ളൊരു സ്പേസും നമുക്ക് ആവശ്യമാണ്. കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോ ആ രീതിയിൽ നമുക്കൊരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് അവർക്ക് സ്വീകരിക്കാവുന്ന ചില മാർഗങ്ങളാണ് നമ്മൾ പോയിന്റുകളായിട്ട് പഠിക്കുന്നത് കേട്ടോ. Here are the 7 helpful tips for the hospital administrators who want to ensure that they can improve the efficiency of their inventory management while keeping a handle on their supply cost. പരമാവധി ചെലവ് കുറച്ച് എന്നാൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെന്ററി മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതാനും ടിപ്സുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 7 പോയിന്റുകളാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ആ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് പോയിന്റ് എന്ന് അറിയാമോ? ഫസ്റ്റ് പോയിന്റ്, കളക്ട് ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. ജസ്റ്റ് നമുക്ക് ആ പോയിന്റുകൾ ഒന്ന് വായിക്കാം. കളക്ട് ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ നിന്നുള്ള വിവര ശേഖരണം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണ്? അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി അല്ലെ. നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്തങ്ങള് കൃത്യമായിട്ട് അവിടെ വിവരിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി ആ ഒരു റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വന്റ് ആയിട്ട് വിശകലനം ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? നാലാമത്തത്, ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ്ലി. നമ്മൾ ഹോസ്പിറ്റലിലെ സപ്ലൈ റൂം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് തന്നെ നമ്മളത് മാനേജ് ചെയ്യുക അഥവാ ഓർഗനൈസ് ചെയ്യുക, ക്രമീകരിക്കുക. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി. അതായത് പുതിയ ഇൻവെന്ററി മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകള് പ്രയോഗിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഓക്കെ. ദെൻ അടുത്തത് ആറാമത്തെ പോയിന്റ് എന്താണ്? ഇംപ്രൂവ് റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡ് കീപ്പിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക. നമ്മള് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത് മെച്ചപ്പെടുത്തുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി. ഒരു ലീൻ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ. ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന 7 മാർഗങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഓരോന്നൊക്കെ ജസ്റ്റ് പോയിന്റ് മാത്രം നമ്മൾ വായിച്ചു വലിയ കാര്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇനി ഓരോന്ന് വായിച്ച് എന്താണെന്ന് നോക്കാം കേട്ടോ. ക്ലിയർ ആവുന്ന ഒരു പോയിന്റ് എന്താണ് കേട്ടോ. ഇങ്ങനെ കാര്യം പറയാൻ ഞാൻ ആദ്യം ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. കൺസെപ്റ്റ് പറഞ്ഞു എന്നിട്ട് അത് വായിക്കുകയാണ് കണ്ടത്. അല്ലാതെ വായിച്ചിട്ട് നമ്മളെ പറയുന്നത് നമുക്ക് വായിച്ചു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നല്ലത് ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങളത് വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നോക്കുക, കളക്ട് ദ ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ നിന്നുള്ള വിവരശേഖരണം. സപ്ലൈ ചെയിനിൽ നിന്നുള്ള വിവരശേഖരണം എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ സപ്ലൈ ചെയിൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഉണ്ടാവും അല്ലെ, മാനുഫാക്ചേഴ്സിൽ നിന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം?
വിവരങ്ങള് ശേഖരിക്കുക. അവരാണ് നമ്മുടെ സപ്ലൈ ചെയ്യുന്നത്, അല്ലെ? നമുക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളില്ലേ, വെൻഡേഴ്സ്, സപ്ലൈയേഴ്സ്, ചിലത് അതുപോലെ മാനുഫാക്ചർമാരൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അവരിൽ നിന്നുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വിവരങ്ങള് ശേഖരിക്കും. ആ വിവരങ്ങൾ ഉപയോഗിച്ച് പരമാവധി ചെലവ് കുറച്ച് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അവിടെ മരുന്നുകള് അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങള് അതെവിടെ നിന്ന് വരുന്നു, അതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവിടെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? അത്രേ ഉള്ളൂ, ആ കൺസെപ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സപ്ലൈ ചെയിനിൽ നിന്ന്, നമുക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൽ നിന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാം. ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, മറ്റു മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ഉപകരണങ്ങള്, അത് എവിടെ നിന്നാണ് വരുന്നത്, അത് എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ എല്ലാവർക്കും? പറയാമോ? ഓക്കെ, ഇനി വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. ഫെയിലിംഗ് ടു യൂസ് സപ്ലൈ ചെയിൻ ഡാറ്റ can result in billions of wasted dollars. നമ്മൾ പറഞ്ഞല്ലോ, ഈ സപ്ലൈ ചെയിനിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുന്നതാണ് പറയുന്നത്. കാരണം ആ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ സ്റ്റോക്ക് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് സംഭവിക്കാനാണ് പറയുന്നത്. Instead, use this data to determine if your inventory management is as cost effective as it could be. അതായത് നമുക്ക് ഈ ഒരു സപ്ലൈ ചെയിനിൽ നിന്നുള്ള ആ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് അത് ലാഭകരമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ while the supply data has been siloed in the past, more organizations are looking to build IT systems that use the value-based reimbursement models, according to a 2016 Black Book survey. അതായത് ശരിക്കും പണ്ട് കാലങ്ങളിൽ നിന്നൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഈ സപ്ലൈ ഡാറ്റ ഉണ്ടല്ലോ, ഈ സപ്ലൈ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. നമുക്ക് ഈ സപ്ലൈ ചെയിൻ ഡാറ്റകൾ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. കാര്യം എന്താണ്? സിലോഡ് മീൻസ് അത് ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സപ്ലൈ ഡാറ്റകൾ നമുക്ക് അത് കോർഡിനേറ്റ് ചെയ്ത് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം പണ്ട് നമുക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കിട്ടില്ലായിരുന്നു, എല്ലാം ഇങ്ങനെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതിൽ പറയുന്നത് 2016 ഒരു പഠനം, അതായത് ഒരു ബ്ലാക്ക് ബുക്ക് സർവേ അനുസരിച്ച് ഇന്ന് മിക്ക സ്ഥാപനങ്ങളും ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് IT സിസ്റ്റംസുകള് ബിൽഡപ്പ് ചെയ്യണം. ഇങ്ങനെ IT സിസ്റ്റംസുകളൊക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സപ്ലൈ ചെയിൻ ഡാറ്റകള് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറേയും കൂടെ നമുക്ക് ഈസി ആയി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പണ്ടെന്ന് പറയുന്ന സപ്ലൈ ഡാറ്റകൾ ആകെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. നമുക്ക് അതിൽ നിന്നുള്ളൊരു വിവരശേഖരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കാലഘട്ടം മാറി അല്ലെ, സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് മാറി. അപ്പോ ഇതിൽ പറയുന്നത് 2016 ഒരു ബ്ലാക്ക് ബുക്ക് സർവേ അനുസരിച്ച് ഇപ്പൊ മിക്ക സ്ഥാപനങ്ങളും അവര് വാല്യൂ ബേസ്ഡ് മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? IT സിസ്റ്റംസുകൾ ബിൽഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം, എന്താണ് ഈ വാല്യൂ ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞാല്? വാല്യൂ ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ഡോക്ടർമാര് എത്ര മരുന്നുകൾ കൊടുത്തു അല്ലെങ്കിൽ എത്ര സേവനങ്ങൾ കൊടുത്തു, അതിന്റെ അളവിലല്ല, ക്വാണ്ടിറ്റിയിലല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പകരം അവർക്ക് കിട്ടുന്ന ആ ഒരു സേവനങ്ങളുടെ ഗുണമേന്മയ്ക്ക് അനുസരിച്ച് പണം നൽകുക എന്നുള്ളതാണ്. മനസ്സിലായോ? എത്ര അളവിൽ സാധനങ്ങൾ കൊടുക്കുക, എത്ര അളവിൽ നമ്മൾ സേവനങ്ങൾ കൊടുത്തു എന്നതിലല്ല, പകരം എത്ര ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ അവർക്ക് സേവനങ്ങൾ കൊടുത്തു, ആ സേവനങ്ങളിലൂടെ രോഗികൾക്ക് എത്രത്തോളം
ബെനിഫിറ്റ് ഉണ്ടായി എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ പണം നൽകുന്നത്. അപ്പൊ അതാണ് വാല്യൂ ബേസ്ഡ്. അവിടെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മീൻസ് അതിന്റെ ക്വാളിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇതിനല്ല ക്വാണ്ടിറ്റിക്കല്ല. അങ്ങനെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല ഗുണമേന്മയുള്ള സേവനങ്ങൾക്ക് അനുസരിച്ച് അതിന് പണം നൽകുക, അതാണ് വാല്യൂ ബേസ്ഡ് മോഡൽ. അപ്പൊ അത്തരം വാല്യൂ ബേസ്ഡ് മോഡലുകൾ ഉപയോഗിച്ചിട്ട് ഇന്നിപ്പോ മിക്ക സ്ഥാപനങ്ങളും IT സിസ്റ്റംസുകള് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതിലൂടെ നമുക്ക് സപ്ലൈ ചെയിൻ ഡാറ്റകൾ എടുക്കുക എന്ന് പറയുന്നത് കുറെ കൂടെ ഈസിയാണ്. ഓക്കെ, അപ്പൊ യൂസിങ് ദീസ് വാല്യൂ ബേസ്ഡ് മോഡൽസ് ഓർഗനൈസേഷൻസ് ക്യാൻ മോർ ആക്യുറേറ്റ്ലി ലിങ്ക് സപ്ലൈസ് പീരിയഡ് ആൻഡ് പേഷ്യന്റ് ഔട്ട്കംസ്. അപ്പൊ അങ്ങനെ ഈ ഒരു വാല്യൂ ബേസ്ഡ് മോഡലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസും അതുപോലെ തന്നെ രോഗിയുടെ ആ ഒരു ഔട്ട്കംസ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയുണ്ട് അതിന് തമ്മിൽ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റി, കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് ഏറ്റവും ഫലപ്രദമായ അവരുടെ ഏറ്റവും എന്താ പറയാ ക്വാളിറ്റിയുള്ള സർവീസ് അവർക്ക് കൊടുക്കുക, അതിനനുസരിച്ചുള്ള സപ്ലൈസുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയും അതിലൂടെ നമുക്ക് രോഗിക്ക് എത്രത്തോളം ഫലപ്രാപ്തി നേടിക്കൊടുക്കാൻ കഴിയും, പേഷ്യന്റിന്റെ ഔട്ട്കംസും അതിൽ കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു, ലിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് ഇത്തരം വാല്യൂ ബേസ്ഡ് മോഡൽസിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സപ്ലൈ ചെയിനിൽ നിന്നുള്ള വിവരശേഖരണം കറക്റ്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെ അത് ഈ പറയുന്ന ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്, ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവിടെ ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? കളക്ട് ദ ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി. കേട്ടോ, നമ്മള് ഒരു ടീമിന്റെ ഒരു ടീമായിട്ട്, അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി, നമ്മൾ ഈ ടീമിന്റെ ഉത്തരവാദിത്തങ്ങള് കൃത്യമായിട്ട് വിഭജിക്കാനുള്ളതാണ്. നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ടീമിന് എത്രത്തോളം ഓരോ മെമ്പേഴ്സിനും അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Everyone whose work involves a hospital supplies must have a strong understanding of his or her role in healthcare inventory management. അതായത് നമ്മുടെ ആശുപത്രികളിലെ സാധന സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അതിൽ ഓരോ ടീം മെമ്പേഴ്സും കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഓക്കെ, whether they are cleaning the rooms, ordering the supplies or checking the purchase orders for accuracy, it is important that hospital staff members all understand what their role is and all to provide to successful inventory management. മനസ്സിലായല്ലോ? അതായത് ഒരു ഹോസ്പിറ്റലിലെ സാധന സാമഗ്രികളുമായിട്ട് പ്രവർത്തിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതായത് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കേണ്ടത് അല്ലെ, ഏതൊക്കെ രീതിയിലാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അതിപ്പോ ഒരു അവിടുത്തെ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സ്റ്റോർ റൂമുകൾ ക്ലീൻ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവരവരുടെ വ്യക്തമായിട്ടുള്ള അവരവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, ആർക്കൊക്കെയാണ് ഓർഡർ കൊടുക്കാനായിട്ട് അനുവാദമുള്ളത്, ആർക്കൊക്കെയാണ് ആ ഒരു പർച്ചേസ് ഓർഡറിന്റെ ആക്യുറസി പരിശോധിക്കാനായിട്ട് അധികാരമുള്ളത്, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ടീമിലെ ഓരോ മെമ്പേഴ്സിനും അവരവരുടേതായ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അല്ലെ. അത് ഓരോരുത്തരും ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ്
നമുക്ക് ആ ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതാണ് അവരവിടെ പറയുന്നത്, അസൈൻ ദ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി. ടീമിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അവിടെ വിഭജിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ഫ്രീക്വന്റ്ലി അനലൈസ് ദ യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. കേട്ടോ, എന്താണ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി? അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം, പരിശോധിക്കണം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു മാസത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചയിലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെ, നമ്മൾ എത്രത്തോളം സാധനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു, അതാണ് യൂസേജ് എന്ന് പറയുന്നത് അല്ലെ. ഓർഡർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് എത്ര ഇടവേളകളിലാണ് നമ്മൾ സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നത്, അതാണ് ഓർഡർ ഫ്രീക്വൻസി. മനസ്സിലായോ? അപ്പൊ യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ദിസ് റേഷ്യോ ഈസ് one of the most important numbers to understand when it comes to efficient hospital inventory management. അതായത് ഒരു ഹോസ്പിറ്റലിന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു റേഷ്യോ, അതായത് ഏത് റേഷ്യോ ആണ്, യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി എന്ന് പറയുന്ന റേഷ്യോ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു നോ ഹൗ മച്ച് ഓഫ് എ സർട്ടൻ ഐറ്റം യു ആർ ഓർഡറിംഗ് പെർ വീക്ക്, മന്ത് ഓർ ക്വാർട്ടർ compared to how much of that item you are using the same time. നമ്മളൊരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ 3 മാസത്തിൽ ഒരിക്കലൊക്കെ ആവാം നമ്മൾ എത്രത്തോളം സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അതാണ് യൂസേജ് അല്ലെ. എത്ര ഇടവേളകളിലാണ്, എത്ര സമയം അല്ലെ, എത്ര ഇടവേളകളിലാണ് നമ്മൾ ഈ സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നത്, അതാണ് ഓർഡർ ഫ്രീക്വൻസി. അപ്പൊ ആ ഒരു അനുപാതം നമ്മൾ കറക്റ്റ് ആയിട്ട് പരിശോധിക്കാന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ക്യാഷ് നൽകുന്നതായിട്ടാണോ, ക്യാഷ് നൽകുന്നതായിട്ടല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ, നമ്മൾ സ്റ്റോക്ക് മാനേജ്മെന്റിനെ പറ്റിയിട്ടല്ലേ ഇവിടെ പറയുന്നത്. സ്റ്റോക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത് ഇൻവെന്ററി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിലെ സാധനങ്ങൾക്ക് അധികം പാഴായി പോകാതെ പരമാവധി ചെലവ് കുറച്ച് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നിയന്ത്രിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പരമാവധി ക്യാഷ് നൽകുന്നതല്ല, പരമാവധി ചെലവ് കുറയ്ക്കാം, സാധനങ്ങൾക്ക് അധികം വേസ്റ്റേജ് വരാതെ നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ആ ഒരു അനുപാതം, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വിശകലനം ചെയ്യണം. നമ്മൾ എത്ര സാധനങ്ങൾ ഉപയോഗിക്കുന്നു, എത്ര ഇടവേളകളിൽ നമ്മൾ സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നു, ആ അനുപാതം നമ്മൾ കറക്റ്റ് ആയിട്ട് പരിശോധിച്ച് വിശകലനം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ഓവർ സ്റ്റോക്ക് ആവാതെ അണ്ടർ സ്റ്റോക്ക് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇഫ് ദ നമ്പേഴ്സ് ഡോണ്ട് മാച്ച്, you could have a situation in which you have too little or too much product. നമ്മൾക്ക് ആ റേഷ്യോ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഒന്നുകിൽ ഒരുപാട് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ, അതായത് ഒരു ഓവർ സ്റ്റോക്ക്. അതുമല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒട്ടും നമുക്ക് സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ, ഷോർട്ടേജ് നമുക്ക് വരാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ മേക്കിംഗ് റെഗുലർ അഡ്ജസ്റ്റ്മെന്റ്സ് ടു യുവർ ഓർഡറിംഗ് പാറ്റേൺസ് based on the result of this analysis is best practice. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റേഷ്യോ വിശകലനം ചെയ്തിട്ട് നമ്മുടെ ഓർഡറിംഗ് പാറ്റേൺസിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താനുള്ളതായിരിക്കും ഏറ്റവും നല്ല രീതി. ഓക്കെ, അപ്പൊ നമ്മളത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഫ്രീക്വന്റ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഓർഡറിംഗ് പാറ്റേൺസിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ? ഇതാണ് ഒരു റെസ്പോൺസ് ഇല്ലാത്ത മനസ്സിലാവുന്നില്ല പറയുന്ന കാര്യങ്ങള്. അടുത്തതാണ് ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ്ലി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂം ഉണ്ടല്ലോ, അത് വളരെ അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മളൊരു ഇൻവെന്ററി മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
ഈ പറയുന്ന നമ്മള് സ്റ്റോക്ക് റൂം ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ആ റൂം, അത് ഏറ്റവും കൃത്യമായിട്ട് വേണം നമ്മൾ അവിടെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, സാധനങ്ങൾ കണ്ടെത്താൻ നമുക്ക് പ്രയാസം വരും. അങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് രോഗികളുടെ ചികിത്സയെ വരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു, എല്ലാ സാധനം നമ്മളത് തോന്നിയ രീതിയിൽ ഒരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയിലാണ് നമ്മളത് ക്രമീകരിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആ സാധനം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ സാധനം ഉണ്ടാവും, പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് ലഭിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും, പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്ക് സാധനം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും പൈസ ചെലവാക്കി നമ്മൾ അത് മേടിക്കും. അപ്പോഴൊക്കെ നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ഹോസ്പിറ്റൽ സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധനങ്ങൾ കണ്ടെത്താൻ പ്രയാസം വരില്ല. പ്രയാസം വരില്ല എന്ന് മാത്രമല്ല, നമുക്ക് എന്താണ് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. We all have that closet in our facility that is switched to the cancer, but a messy hospital supply area can be a serious hindrance to the healthcare inventory management. കണ്ടോ, ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ അത് ഇൻവെന്ററി മാനേജ്മെന്റിന് ഒരുപാട് തടസ്സം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. From lost revenue due to misplaced supplies to not having an ability to tell how much of a certain item available, disorganization is a bad situation for any supply room or closet. കണ്ടോ, നമ്മൾ അടുക്കും ചിട്ടയില്ലാതെ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ കണ്ടെത്താൻ പ്രയാസം വരും. അതുമൂലം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും. രോഗികളുടെ ചികിത്സയെ വരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ എന്ത് വേണം? It is best to organize your supplies in a linear fashion so that the most used tools are easy to find. അപ്പൊ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ സാധനങ്ങൾ ഒരു ലീനിയർ ഫാഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കൃത്യമായിട്ടുള്ള വരിയായിട്ടോ അല്ലെങ്കിൽ ഒരു നിരയായിട്ടൊക്കെ നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ വളരെ അടുത്ത ചിട്ടയോടുകൂടി നമ്മള് സ്റ്റോക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതും ദാറ്റ് ദ മോസ്റ്റ് യൂസ്ഡ് ടൂൾസ് ആർ ഈസി ടു ഫൈൻഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാധനങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ, if you want to reduce the amount of wasted materials, try and place in products that will expire the soonest towards the front when organizing your supplies. This way they can be used the first. നമ്മള് ഡിപ്ലോമയിലെ ഫാർമസി പഠിച്ചപ്പോ ബിഫോർ പ്രൊസീജിയറിനെ പറ്റി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പൊ പെട്ടെന്നൊക്കെ മരുന്നുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാലാവധി തീരുന്ന മരുന്നുകൾ നമ്മൾ എപ്പോഴും എവിടെ പ്ലേസ് ചെയ്യണം, ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യണം, അല്ലെ? എന്നുവെച്ചാൽ കാലാവധിക്ക് മുൻപായിട്ട് മാക്സിമം പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം കാലാവധി കൂടുതലുള്ള മരുന്നുകൾ ഇപ്പോഴും നമ്മുടെ ബാക്കിലായിട്ട് വേണം ക്രമീകരിക്കാൻ, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് പരമാവധി മെറ്റീരിയൽസ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതിലൂടെ വരുന്ന ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സ്റ്റോക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർഗനൈസ്ഡ് സപ്ലൈ റൂം മോർ എഫിഷ്യന്റ്ലി ഇൻവെന്ററി മാനേജ്മെന്റില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത പോയിന്റ് എന്താന്ന് നോക്കിയേ, കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി. അതാണ് കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി. നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റില് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് കുറെ കൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. Think about the type of inventory management tools you are using, from software to computer equipment. Okay.
അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഹോസ്പിറ്റലിലെ സോഫ്റ്റ്വെയർ തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സുകളും ഓക്കെ അത് എത്രത്തോളം ഫലപ്രദമാണ്, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ എത്രത്തോളം ഫലപ്രദമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഓക്കെ, ആർ ദേ മീറ്റിംഗ് ഓൾ ഓഫ് യുവർ നീഡ്സ്? നിങ്ങളുടെ എല്ലാ ആവശ്യകതകളും നിറവേറ്റാനായിട്ട് ഇത്തരം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് sit down with your management team and identify the biggest issues you experienced in your inventory management. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാനേജ്മെന്റ് ടീമുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് അല്ലെ, നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ഫേസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ആ പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സുകളൊക്കെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് പര്യാപ്തമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് ടീമുമായിട്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ആലോചിക്കാം. അതുപോലെ തന്നെ ഡസ് യുവർ കറന്റ് സോഫ്റ്റ്വെയർ ഓഫർ ഈ സൊല്യൂഷൻ? അതുപോലെ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് എന്താണ് പര്യാപ്തമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അതുപോലെ വുഡ് എ ന്യൂ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഓൺ ദ മാർക്കറ്റ് ബെറ്റർ മാനേജ് യുവർ മേജർ പ്രോബ്ലംസ്? അതുപോലെ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസുകളുണ്ടല്ലോ, അതിന് ഇപ്പൊ നിലവിൽ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന പുതിയ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് എന്താണ് സാധിക്കുമോ? ഇതിനുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അതിനെപ്പറ്റി നമ്മൾ തിങ്ക് ചെയ്യണം അല്ലെ, ചിന്തിക്കണം. എന്നിട്ടോ ഫൈൻഡിങ് ദി ലിമിറ്റേഷൻസ് ഇൻ യുവർ ടെക്നോളജി ഈസ് എ ഗുഡ് വേ of determining if you are using the software correctly, if purchasing a new technology is necessary, or if new procedures need to be created. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ പരിമിതികൾ മനസ്സിലാക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ പുതിയ ടെക്നോളജി നമുക്ക് അവിടെ ആവശ്യമാണോ? ചില പ്രശ്നങ്ങൾ വരുന്ന നിലവിലുള്ള സോഫ്റ്റ്വെയർ കൊണ്ടൊന്നും ചിലപ്പോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് നമുക്ക് ആവശ്യമാണോ, പുതിയ പ്രൊസീജിയറുകൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജികൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റോക്ക് മാനേജ്, ഇൻവെന്ററി മാനേജ്മെന്റ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ഇംപ്രൂവ് റെക്കോർഡ് കീപ്പിംഗ്. അതുപോലെ റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ എപ്പോഴും മെച്ചപ്പെടുത്തണം. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, റെക്കോർഡിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനും, അതുപോലെ നമ്മൾ സാധനങ്ങൾ എത്രത്തോളം വാങ്ങുന്നു, എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു റെക്കോർഡ് കീപ്പിംഗ് സംവിധാനം വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെ. എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ വേസ്റ്റ് വരുന്നുണ്ടോ, നഷ്ടം വരുന്നുണ്ടോ അല്ലെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുക, അത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് നോക്കിയേ, ഇഫ് യു ആർ നോട്ട് യൂസിംഗ് വൺ ഓൾറെഡി, you may consider adopting a more sophisticated digital platform with a forecasting feature to determine how many supplies you have in stock compared to what kind of demand you will have in the future. കണ്ടോ, അപ്പൊ നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നത് തൊട്ട് അത് ഉപയോഗിക്കുന്നത് വരെയുള്ള വിവരങ്ങൾ റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ നമ്മൾ നിലവിൽ എത്രത്തോളം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഭാവിയിൽ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കണക്കാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്,
Also remember to think about how accurate your inventory reports are. They should be frequently reviewed to ensure that there are no errors. ഈ റെക്കോർഡുകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ഈ റെക്കോർഡുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്ത് നോക്കണം. അതിൽ തെറ്റുകളൊന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. Which can cause a serious challenges for the hospital supply management. അതിന് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിന്റെ സപ്ലൈ മാനേജ്മെന്റിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ ഇംപ്രൂവ് ചെയ്തിരിക്കണം. എപ്പോഴും നമ്മൾ റെക്കോർഡിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി. ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? അതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് പരമാവധി വേസ്റ്റ് കുറച്ച് ഉൽപാദനക്ഷമത കൂട്ടുന്നതിന്, അതുപോലെ ഇൻവെന്ററി മാനേജ്മെന്റ് എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് ഫിലോസഫിയാണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു തന്ത്രമാണ്. അതായത് പരമാവധി ചെലവ് കുറയ്ക്കാം, അതുപോലെ തന്നെ വേസ്റ്റ് കുറയ്ക്കാം, എന്നിട്ട് നമ്മൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. പരമാവധി സാധനങ്ങളുടെ ചെലവ് കുറച്ച് എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇത് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ യുവർ ഇൻവെന്ററി മാനേജ്മെന്റ് ഹാസ് കോസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ സപ്ലൈ പർച്ചേസിംഗ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് ചെലവ് വരുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ചെലവ് വരുന്നുണ്ട്. അത് മാത്രമാണോ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചെലവ്? അത് മാത്രമാണോ സാധനങ്ങൾ വാങ്ങുമ്പോൾ വരുന്ന ചെലവ് മാത്രമാണോ? അല്ല, ഒരുപാട് ഹിഡൻ കോസ്റ്റ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും അത് നമുക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ സ്റ്റോറേജ് വേണം അല്ലെ, സ്പേസ് വേണം. അതിന് നമുക്കൊരു ചെലവ് വരുന്നുണ്ട് അല്ലെ. സാധനങ്ങൾ മേടിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ വാങ്ങുന്ന സാധനങ്ങള് കേടുപാടുകളൊന്നും വരാതെ നമുക്ക് സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം? അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് നമുക്ക് ചെലവ് വരുന്നുണ്ട് അല്ലെ. സ്റ്റോറേജിന് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതൊക്കെ ഫോർ എക്സാമ്പിൾ മൂവ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കോസ്റ്റ്. ഇപ്പൊ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെലവ് വരുന്നുണ്ട്. മാനേജ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ. സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് ചെലവ് വരുന്നുണ്ട്. അതുപോലെ എക്സ്പയർഡ് പ്രോഡക്റ്റ് അല്ലെ. ഇപ്പൊ സാധനങ്ങള് അത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നഷ്ടമാണ് അല്ലെ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു വെച്ചാൽ അത്ര ഉപയോഗിച്ചില്ല, അതിന്റെ കാലാവധി കഴിഞ്ഞു, ഇത് നഷ്ടമായില്ലേ? അത്രയും പണച്ചെലവ് നമുക്ക് അവിടെ വന്നില്ലേ? അതുപോലെ എക്സസ് സപ്ലൈ, ആവശ്യമില്ലാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് പണം കെട്ടി കിടക്കുന്നതിന് തുല്യമാണ്, അത് നമുക്ക് നഷ്ടമാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസ് വാരിയൻസ്, അതായത് നമ്മളിപ്പോ ഒരേ സാധനങ്ങൾ തന്നെ നമുക്ക് പല വിലയിൽ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം അല്ലെ. പല സാധനങ്ങൾ നമുക്ക് അല്ലെ പല വിലയിൽ, ഒരേ സാധനങ്ങളായിരിക്കും പല വിലയിൽ വാങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ അല്ലെ. ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കുന്നതാണ്? ചെലവുണ്ടാക്കുന്ന കാര്യങ്ങൾ, ശരിയല്ലേ? അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല നമുക്ക് ചെലവ് വരുന്നത്. സ്റ്റോറേജിന് ചെലവ് വരുന്നുണ്ട്, മാനേജ്മെന്റിന് ചെലവ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷന് ചെലവ് വരുന്നുണ്ട്. എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ അതിന് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. സാധനങ്ങൾ എക്സസ് ആയിട്ട് വാങ്ങിച്ചു വെച്ച് അതുപോലെ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. ഒരേ സാധനങ്ങൾ പല വിലയ്ക്ക് വാങ്ങുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്? നഷ്ടം വരുന്നുണ്ട്. നഷ്ടം മീൻസ് ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നത് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ കോസ്റ്റ് ക്യാൻ ഇൻ ടേൺ സേവ് യു മണി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലൂടെ, അതാണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യുന്ന ഒരു മാർഗമാണ് ലീൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ചെലവ് അല്ലെ, മണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും. ഓക്കെ, ചെലവ് കുറയ്ക്കാൻ പറ്റും, വേസ്റ്റേജ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, ഇംപ്ലിമെന്റിംഗ് എ ലീൻ സപ്ലൈ ചെയിൻ വിൽ എൻഷുവർ that you have the right number of supplies and the right skills whenever you need it. അപ്പോ ഇങ്ങനെ ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ സാധനങ്ങൾ, ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങള് നമുക്ക് എന്താണ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ആവശ്യത്തിനുള്ള സാധനങ്ങളുടെ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇൻ 2016 കാർഡുവൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, നോർത്ത് കരോലിന
For instance, reported that it saved 2.62 million over 2 months with the gain strategy. അപ്പൊ നമ്മുടെ നോർത്ത് കരോലിനയിലുള്ള ഒരു കാൽവിൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ട്. ഓക്കെ, മെമ്മോറിയലാണ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ. 2016 അവർക്ക് ഈ ഒരു ഗെയിൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏകദേശം ഒരു 2.62 മില്യൺ അത്രയും പണം അവർക്ക് ലാഭിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കണം കേട്ടോ. ഇനി staying in control of inventory at any kind of healthcare facility requires attention to detail and a good eye for the days that the management and techniques can be completed more efficiently. അതായത് നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഈ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മാനേജ്മെന്റ് ടെക്നിക്കുകളും നമ്മൾ ഉപയോഗപ്പെടുത്തും. ഓക്കെ, അതുപോലെ ബി ഷുവർ ടു എംപ്ലോയ് ദീസ് ആൻഡ് അതർ ടിപ്സ് that can help you spend less money on ordering new hospital supplies while wasting less of the supplies that you do order because of the mistakes with inventory management that have been done. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള മാർഗങ്ങള് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റിൽ വരുന്ന തെറ്റുകള് അല്ലെങ്കിൽ പ്രശ്നങ്ങള് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവോയ്ഡ് ചെയ്തുകൊണ്ട് പരമാവധി ചെലവ് കുറച്ച് അല്ലെ പണം സേവ് ചെയ്ത് പുതിയ സാധനങ്ങൾക്ക് അധികം പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് പണം ചെലവഴിക്കാതെ നിലവിലുള്ള സാധനങ്ങൾക്ക് നഷ്ടം വരുത്താതെ ഇൻവെന്ററി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന മാർഗങ്ങളിലൂടെ സാധിക്കുമെന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഹൗ ഡു യു മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്? കളക്ട് ഡാറ്റ ഫ്രം സപ്ലൈ ചെയിൻ അല്ലെ, സപ്ലൈ ചെയ്തിട്ടുള്ള വിവര ശേഖരണം, അതുപോലെ അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ഫ്രീ അല്ലേ, അതുപോലെ ടീമിന്റെ അതുപോലെ നമ്മള് എന്താണ് യൂസേജ് ഓർഡർ ഫ്രീക്വൻസി ആ റേഷ്യോ നമ്മള് എന്ത് ചെയ്യാം, ഫ്രീക്വന്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ ഹോസ്പിറ്റലിന്റെ സപ്ലൈ റൂം വളരെ എഫിഷ്യന്റ് ആയിട്ട് ക്രമീകരിക്കുക. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി, നൂതന ഇൻവെന്ററി മാനേജ്മെന്റ് സാങ്കേതിക വിദ്യകൾ നമ്മൾ പരിഗണിക്കാം. അതുപോലെ റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുക, ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? പറഞ്ഞ പോയിന്റുകളെല്ലാം മനസ്സിലായോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തതാണ് ഹൗ ഡു യു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക് കേട്ടോ. എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കുറച്ചൊന്ന് നോട്ട് ചെയ്യാനുണ്ട്. ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിൽ ഹെൽപ്പ് യു മെയിൻറ്റെയിൻ ദ റൈറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ് കേട്ടോ. നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റോക്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെ ആ ഒരു സ്റ്റോക്ക് കറക്റ്റ് ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെ. ഇനി when you are managing your stock അല്ലെ, നമ്മളൊരു സ്റ്റോക്ക് മാനേജ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അത് 3 പോയിന്റുകളാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റുകളാണ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, കൺസിഡർ ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് കാര്യം ക്വാണ്ടിറ്റീസ്, എത്ര അളവിൽ സാധനങ്ങൾ വേണമെന്നത് നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കണം. ഒന്നാമത്തെ കാര്യം അതാണ് ക്വാണ്ടിറ്റി. സെക്കൻഡ് വൺ സെയിൽസ് ആണ് കേട്ടോ. സെയിൽസ് സെയിൽസ് അഥവാ യൂസേജ് എന്ന് പറയാം, ഉപയോഗം. അതായത് എത്ര അളവിൽ നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നു,
അല്ലെങ്കിൽ എത്ര സാധനങ്ങൾ വിറ്റുപോകുന്നു. സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഓർ യൂസേജ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ എത്ര സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ കണക്ക്, അല്ലെങ്കിൽ എത്ര സാധനങ്ങൾ വിറ്റുപോകുന്നു എന്നതിന്റെ കണക്ക് കൃത്യമായിരിക്കണം. മൂന്നാമത്തെ എന്താണ്? സ്റ്റോറേജ് ആണ്. അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിയായ രീതിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ക്വാണ്ടിറ്റി അല്ലെ, 2 സെയിൽസ്, 3 സ്റ്റോറേജ് അല്ലെ. എത്ര അളവിൽ സാധനങ്ങൾ വേണമെന്ന് കൃത്യമായി കണക്കാക്കുക. അതുപോലെ തന്നെ എത്ര സാധനങ്ങൾ വിറ്റുപോകുന്നു, അല്ലെങ്കിൽ എത്ര സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, രണ്ടാമത്തത് അല്ലെ. മൂന്നാമത്തെ സ്റ്റോറേജ് അല്ലെ, നമുക്ക് വാങ്ങുന്ന സാധനങ്ങളെ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടോ. ഈ 3 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? മാനേജ് ചെയ്യും. ഓക്കെ, ഇഫ് യു ഹാവ് എ സ്ലോ മൂവിംഗ് സ്റ്റോക്ക്, കൺസിഡർ റെഡ്യൂസിംഗ് യുവർ സ്റ്റോക്ക് ലെവൽസ് ബൈ റിട്ടേണിംഗ് ഐറ്റംസ് ടു സപ്ലൈ. ഇപ്പൊ നമുക്ക് അധികം സ്ലോ മൂവിംഗ് സ്റ്റോക്ക് ആണ്, സാധനങ്ങൾ അധികം വിറ്റു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്റ്റോക്ക് നമ്മൾ കുറയ്ക്കണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, ഈ 3 കാര്യങ്ങൾ കേട്ടോ. ക്വാണ്ടിറ്റി, സെയിൽസ് ആൻഡ് സ്റ്റോറേജ്. ഇതോട് കൂടിയിട്ട് മെറ്റീരിയൽ മാനേജ്മെന്റ് ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറെ നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചത് ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു? ഇന്റേണൽ ഓഡിറ്റ് അല്ലെ, സെലക്ഷൻ ഓഫ് വെൻഡർ, പിന്നെ എന്തായിരുന്നു? പർച്ചേസ് ഓർഡർ, ഓക്കെ, ദെൻ സ്റ്റോക്ക് രജിസ്റ്റർ കേട്ടോ. ഈ 4 കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. 3rd ചാപ്റ്റർ ആണ് നിങ്ങൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 3rd ചാപ്റ്റർ വന്നിട്ട് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കേട്ടോ. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കേട്ടോ. നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ അതാണ്. പേജ് നമ്പർ 48 ആണോ? ചാപ്റ്റർ നമ്പർ 3 പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഭാഗം നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചില്ലേ? 3rd മൊഡ്യൂളിലല്ലേ? 3rd മൊഡ്യൂളില് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ ഒരു ചാപ്റ്റർ? ഓക്കെ, അതെ. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, രോഗികളുടെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും. അപ്പോ നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? അതിൽ നമ്മളൊരു പോർഷൻ പഠിക്കുന്നുണ്ട്, പേഷ്യന്റിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു പേഷ്യന്റിന് മാന്യമായിട്ടുള്ള പരിചരണം ലഭിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അതുപോലെ ഏതൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ അവരുടെ അസുഖത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. പിന്നെ ഒരു നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചികിത്സ നിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും റിസർച്ചിന്റെ ഭാഗമാകുന്നത് നിഷേധിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ആർക്കുണ്ട്? പേഷ്യൻസ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആക്ടുകൾ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റീപ്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല, അതിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കാം, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് പറയുന്നത്? The codes of ethics of medical and nursing councils define the duties of the doctors and nurses towards the patients. Thus, these duties form the basis of a patient's rights. അതായത് നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ കൗൺസിലുകള്, നഴ്സിംഗ് കൗൺസിലുകള്, അതൊക്കെ ഈ പറയുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചില നിയമങ്ങള്, പെരുമാറ്റ ചട്ടങ്ങള് അല്ലെ. എത്തിക്സ് നമ്മൾ പഠിച്ചില്ലേ? കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, എത്തിക്സ് എന്നൊക്കെ പറയാം. അതായത് സെർട്ടൻ സെറ്റ് ഓഫ് എന്താണ് പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ പറയുന്ന മെഡിക്കൽ കൗൺസിലുകളും നഴ്സിംഗ് കൗൺസിലുകളൊക്കെ ഡോക്ടേഴ്സിനും നഴ്സസിനൊക്കെ വേണ്ടിയിട്ട് അവര് പാലിക്കേണ്ട ചില കൃത്യ നിയമങ്ങള്
അല്ലെ എത്തിക്സുകൾ അല്ലെ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ അവര് നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. രോഗികളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടേഴ്സും നഴ്സസും അവര് പേഷ്യൻസിനോട് ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ് യഥാർത്ഥത്തിൽ പേഷ്യൻസിന്റെ അവകാശങ്ങളായിട്ട് മാറുന്നത്. ശരിയല്ലേ? ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അവര് രോഗികളോട് ചെയ്യേണ്ട ചില കടമകളുണ്ട് അല്ലെ, അവരുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എന്ത് പേഷ്യന്റിന്റെ അവകാശങ്ങളായിട്ട് മാറുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടർ അവരുടെ ആ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രോഗിക്ക് അവരുടെ അവകാശം ലഭിക്കുന്നത്. മനസ്സിലായോ? അത് രോഗികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശം എന്താണ്? അവരുടെ അടുത്ത് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ അവരോടുള്ള ഉത്തരവാദിത്തങ്ങള് നിറവേറ്റുക എന്നുള്ളതാണ് അല്ലെ. ഒരു ഡോക്ടർ അവരുടെ കടമകള് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രോഗിക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നത് അല്ലെ. ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കറിയാം എങ്ങനെയുള്ള ചികിത്സ കിട്ടാനാണ് എല്ലാ രോഗികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ തുല്യമായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു ചികിത്സ അല്ലെ ലഭിക്കാനുള്ള അവകാശം എല്ലാ രോഗികൾക്കും ഉണ്ട് അല്ലെ. നോക്കിയേ, റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് ടു റിസീവ് കെയർ വിത്തൗട്ട് എനി ഫോം ഓഫ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അല്ലെ. അതെ, ശരിക്കും പറഞ്ഞ ഒരു യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ യാതൊരു വിവേചനവും ഇല്ലാത്ത, അതുപോലെ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റിഗ്മ മീൻസ് നമ്മൾ പറയില്ലേ, നമ്മൾ ഒരാളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ അപമാനിക്കുക അല്ലെ, അവരെ സാമൂഹികമായിട്ട് നമ്മൾ അവരെ മുദ്രകുത്തി മാറ്റി നിർത്തുക അല്ലെ. അതായത് ഒരുതരം വിവേചനമാണ് ആ കാണിക്കുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? യാതൊരു വിവേചനം, അതായത് അവഗണന, അതായത് കറക്റ്റ് ആണ്, നെഗ്ലക്ഷൻ ആണ്, നെഗ്ലക്ട് ചെയ്യുന്നത്. സ്റ്റിഗ്മ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് നെഗ്ലക്ട് ചെയ്യുക, അവരെ അവഗണിക്കുക അല്ലെങ്കിൽ അവരെ അപമാനിക്കുക, അവരെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള സാഹചര്യമാണ് പറയുന്നത്. അപ്പോ നമ്മള് യാതൊരു വിവേചനവും ഇല്ലാത്ത, അതായത് യാതൊരുവിധ ഡിസ്ക്രിമിനേഷനോ സ്റ്റിഗ്മയോ ഒന്നും കൂടാതെ ഉള്ള ഒരു ചികിത്സ ലഭിക്കാനുള്ള ഒരു അവകാശം എല്ലാ രോഗികൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എന്താ പറയാ സാമൂഹികമായിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകള് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ അല്ലെ, പിന്നെ അവരുടെ ജാതി, മതം, ഭാഷ, പ്രദേശം അല്ലെ, പിന്നെ എന്താണ് അവരുടെ മറ്റുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകള് അല്ലെ, അവരുടെ അടിസ്ഥാനത്തില് യാതൊരു വിവേചനവും ഇല്ലാത്ത ഒരു ചികിത്സ ലഭിക്കാനുള്ള അവകാശം എല്ലാ രോഗികൾക്കും ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് ടു റിസീവ് ദ കെയർ വിത്തൗട്ട് എനി ഫോം ഓഫ് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അത് രോഗിയുടെ അവകാശമാണ്. ഇനി നമ്മൾ പറഞ്ഞു രോഗിക്ക് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കി, accommodating and respecting their special needs such as spiritual and cultural preferences. അതുപോലെ തന്നെ നമ്മുടെ രോഗികളുടെ അവരുടെ ആത്മീയമായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങൾ അല്ലെ, അവരുടെ വാല്യൂസ് അല്ലെ, അവരുടെ ബിലീഫ്സ്, അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, സാംസ്കാരികമായിട്ടുള്ള അവരുടെ ചുറ്റുപാടുകള്, അവരുടെ ആവശ്യകതകള്, താല്പര്യങ്ങള് അല്ലെ, എന്നിവയെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് ചികിത്സ നൽകേണ്ടത് അല്ലെ. രോഗികൾ എന്ന് പറയുമ്പോൾ പല പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്, പല പല കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ആളുകള്, പല പല സ്പിരിച്വാലിറ്റി ഉള്ള ആളുകള് അല്ലെ. ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെയെല്ലാം തന്നെ മാനിച്ചുകൊണ്ട് ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പരിചരണമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ലഭിക്കാനുള്ള അവകാശം ഓരോ രോഗികൾക്കും ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദ മെഡിക്കൽ കണ്ടീഷൻ. അതുപോലെ ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ രോഗവിവരങ്ങള് രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ വളരെ സ്വകാര്യതയോടുകൂടി സൂക്ഷിക്കാനുള്ള ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, അവരുടെ ആ ഒരു എന്താ പറയാ രോഗവിവരങ്ങള് വളരെയധികം രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു അവകാശവും ആർക്കുണ്ട്? രോഗികൾക്കുണ്ട് അല്ലെ. ഒരിക്കലും അവരുടെ രോഗവിവരങ്ങള് അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ അടുത്ത് കൈമാറാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും പാടില്ല. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ് രോഗിയുടെ അവകാശങ്ങളുടെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. വേറൊന്നുമല്ല, മെഡിക്കൽ കൗൺസിലുകളും നഴ്സിംഗ് കൗൺസിലുകളൊക്കെ ഡോക്ടേഴ്സിനും നഴ്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ആ ഒരു കോഡ് ഓഫ് ബിഹേവിയറും എത്തിക്സ് ഒക്കെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ എത്രത്തോളം അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രോഗിക്ക് അവരുടെ അവകാശങ്ങൾ
ലഭിക്കുന്നത്. അതുപോലെ എല്ലാ രോഗികൾക്കും യാതൊരു വിവേചനവും കൂടാതെ ഇവിടെ ചികിത്സ ലഭിക്കാനായിട്ട് അവകാശം. ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളുടെയോ രോഗാവസ്ഥയുടെ പേരിൽ യാതൊരുവിധ വിവേചനവും അവരോട് കാണിക്കാനായിട്ട് പാടുള്ളതല്ല. അത് മാത്രമല്ല അവരുടെ വിശ്വാസങ്ങള്, അവരുടെ മൂല്യങ്ങള്, അവരുടെ സാംസ്കാരികമായിട്ടുള്ള അവരുടെ ആവശ്യകതകള്, താല്പര്യങ്ങള്, ചുറ്റുപാടുകള് ഇതിനെയെല്ലാം തന്നെ മാനിച്ചുകൊണ്ടായിരിക്കണം ചികിത്സകള് കൊടുക്കുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അവർ ആ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുമ്പോഴാണ് രോഗിക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റുകളായിട്ട് പഠിക്കാം. പേഷ്യൻസ് റൈറ്റ്സ്, രോഗിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു 5 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. കെയർ, പരിചരണം, അതിനെ പറ്റി ഒരു റൈറ്റ് ആണ്. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് വിസിബിലിറ്റി അല്ലെ, അതായത് അവരുടെ ആ ഒരു പ്രൈവസി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ ആ ഒരു മാന്യതയും, അവർക്ക് അവരുടെ മാന്യതയും അതുപോലെ തന്നെ അവരുടെ സ്വകാര്യതയെ പാലിച്ചുകൊണ്ടുള്ള ഒരു പരിചരണം ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട് അല്ലെ. അതുപോലെ ഇൻഫർമേഷൻ, മീൻസ് ഇൻഫർമേഷൻ റൈറ്റ് ഉണ്ട്, വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. പിന്നെന്താണ്? പ്രിഫറൻസസ് അല്ലെ, ഒരു മുൻഗണന, പ്രിഫറൻസ് അല്ലെ, മുൻഗണന കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട്, രോഗികൾക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു റിഡ്രസ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. ഇതാണ് പേഷ്യൻ റൈറ്റ്സ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, വായിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ പോയിന്റ് കെയർ ആണ് കേട്ടോ, പരിചരണം. എന്തായിരിക്കും അതിൽ പറയുന്നുണ്ടാവുക? മാന്യമായിട്ടുള്ള പരിചരണം ലഭിക്കാനുള്ള അവകാശം ഏതൊരു രോഗികൾക്കുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, the patients have a right to receive treatment irrespective of their type of primary and associated illnesses, socio-economic status, age, gender, sexual orientation, religion, caste, cultural preferences, linguistic and geographical origins of political affiliations. നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പേഷ്യൻസിനാണെങ്കിൽ അല്ലെ, രോഗികൾക്ക് അവരുടെ രോഗാവസ്ഥ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങള്, അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടുകള്, അവരുടെ വയസ്സ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അല്ലെ, ജാതി, മതം, ഭാഷ, പ്രദേശം അല്ലെ, പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തില് യാതൊരു വിവേചനവും ഇല്ലാത്ത ചികിത്സ ലഭിക്കാനുള്ള അവകാശം രോഗികൾക്ക്. ഓക്കെ, ഇതാണ് പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റൈറ്റ് ടു ബി ഹേർഡ് ടു ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ without the doctor interrupting before complete law narrating their entire problem and concern. അതുപോലെ തന്നെ രോഗികൾക്ക് അവരുടെ പ്രശ്നങ്ങള്, അവരുടെ ആശങ്കകള് പൂർണ്ണമായിട്ട് പറഞ്ഞു തീരുന്നത് വരെ ഡോക്ടർ അതിനിടയിൽ തടസ്സപ്പെടുത്താതെ കേട്ടിരിക്കണം. രോഗിയുടെ അവകാശമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്? ഒരു രോഗി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെ, അവരുടെ ആശങ്കകള് അത് പൂർണ്ണമായിട്ട് പറഞ്ഞു തീരുന്നത് വരെ ഡോക്ടർ അതിനിടയിൽ തടസ്സപ്പെടുത്താതെ കേട്ടിരിക്കണം എന്നുള്ളത് രോഗിയുടെ അവകാശമാണ്. ഒരു കാര്യം പറയുന്ന സമയത്ത് ഡോക്ടർ അത് പൂർണ്ണമായിട്ട് കേൾക്കുന്നില്ല അല്ലെ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരു ഡോക്ടറോട് പറയാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പറയുമ്പോഴേക്കും ഡോക്ടർ അത് മൈൻഡ് ചെയ്തില്ല. അത് കേൾക്കുന്നതിന് മുമ്പ് ഡോക്ടർ അതിന്റെ ഇടയിൽ കയറി അതിനെ തടസ്സം വരുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഏറ്റവും വലിയൊരു അവകാശ ലംഘനമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എന്താണ്? അവർ പറഞ്ഞു തീരുന്നത് വരെ ഡോക്ടർ അതിനിടയിൽ തടസ്സം വരുത്താതെ കേട്ടിരിക്കണം. രോഗിയുടെ അവകാശമാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഫ്രം ദ ഡോക്ടർ ടു റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ legibly and explain to the patient the details on dosage, do's and don'ts and generic options for the medicines. അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഡോക്ടേഴ്സ് അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് എഴുതേണ്ടത്. പക്ഷെ നമുക്കറിയാം അല്ലെ, പൊതുവെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ആർക്കെങ്കിലും വായിക്കാൻ പറ്റാറുണ്ടോ? ആർക്കും വായിക്കാൻ പറ്റില്ല. പ്രത്യേക രീതിയിലാണ് അവർ എഴുതുന്നത് അല്ലെ. പക്ഷെ എന്താണ് സത്യത്തിൽ അങ്ങനെയല്ല. ഒരു ഡോക്ടർ എഴുതുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻസ് വളരെ ലെജിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ശരിക്കും പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻസ് എഴുതേണ്ടത്. അതിനകത്ത് അവർ കഴിക്കേണ്ട മരുന്നുകള്, അതുപോലെ ഡൂസ് ആൻഡ് ഡോൺസ്, ഡസ് അല്ലാട്ടോ, ആ ഡൂ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ഒരു ചെറിയൊരു ഇൻവെർട്ടഡ് കോമ പോലെ കൊടുക്കണം കേട്ടോ. ഡൂസ് എന്നാണ്.
ഡൂസ് ആൻഡ് ഡോൺസ് ആൻഡ് ജനറിക് ഓപ്ഷൻസ് ഫോർ ദ മെഡിസിൻ. അതായത് ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അല്ലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ മരുന്നിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് എന്നിവയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ നൽകിയിരിക്കണം. പിന്നെന്താണ് പറയുന്നത്, they have to be provided with the information and access on whom to contact in case of an emergency. ഒരു എമർജൻസി സാഹചര്യങ്ങളിൽ, ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും അവിടെ വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗിയുടെ അവകാശങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.